ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും ആദ്യം തന്നെ റമദാൻ മുബാറക്ക്. എല്ലാവർക്കും റമദാൻ മുബാറക്ക്. അപ്പോൾ ഇന്നലെ ഫസ്റ്റ് നോമ്പ്, ഇന്ന് രണ്ടാമത്തെ നോമ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കുറച്ച് സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോസ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയൊരു വീഡിയോസ്. അല്ല, ഇന്നിപ്പോൾ ഇന്നലെ സൺഡേ അല്ലേ, ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അതിനും കഴിയൂല, ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഇന്നലത്തെ ചെറിയൊരു വീഡിയോസും കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂട്ടുക. ഓക്കെ, വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും റമദാൻ മുബാറക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ? എല്ലാവർക്കും നോമ്പൊക്കെ തന്നെ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ടേ ഷാല് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല, ഒരു ചെറിയ ചട്ടിപ്പത്തിരി, ഒരു ക്യാരറ്റ് ബോളി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ ചട്ടിപ്പത്തിരിക്കുള്ള മസാല ഫില്ലിങ് ഞാൻ ചിക്കൻ ചട്ടിപ്പത്തിരിയാണ്, അതിൻ്റെ മസാല ഫില്ല് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് അപ്പം ചുട്ടുങ്ങാണ്ടാണ് കേട്ടോ. മറ്റേ പാരറ്റ് ചുട്ടിട്ടൊന്നുമില്ല, ഞാൻ മാവ് അരച്ചുങ്ങാണ്ട് ചുട്ട് നേരെ ഇതിക്ക് അടുക്കി വെക്കാമെന്ന് എഴുതിക്ക്. ഞാനിങ്ങനെ അപ്പം ചുട്ടുങ്ങാണ്ട് പതുക്കെ ഒരു ഇതിക്ക് നിരത്തിയിട്ട് അങ്ങനെയായിട്ട് ഉണ്ടാക്കുന്നത്. കാരണം ചുട്ട് ഉണ്ടാക്കാനൊക്കെ ഒരുപാട് ടൈം എടുക്കും, പരത്തി ചുടാനൊക്കെ. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുഴപ്പമില്ല. നാളെ 4 മണി വരെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് വരിക ഏതാണെന്ന് അറിയില്ല. പിന്നെ മാക്സിമം നമ്മൾ എണ്ണക്കടി കുറച്ച് കുറക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനത്തെ പരിപാടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അപ്പം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ചിക്കനാണ് കേട്ടോ, കുറേശ്ശെ ഇട്ടെടുത്താൽ മതി, കാരണം കുറേ ലെയർ ഉണ്ടാകുമ്പം കുറേ ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചൊരു മുട്ട ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒന്ന് കുക്കറിലും ഒരു ചെറിയൊരു കുക്കറിലും ഒന്ന് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനിലും ആക്കാമെന്ന് കരുതിയുണ്ട് നിൽക്കണം കേട്ടോ. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നാൽ പിന്നെ ഇതെല്ലായിടത്തും ഫില്ലായിക്കോളും. ഇനി ഇതിൻ്റെ മുകൾക്ക് രണ്ടാമത് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ചുട്ടെടുക്കുക. രണ്ടാമത് ഇങ്ങനെ ചുട്ടെടുക്കുക. ഇതിൻ്റെ മുകൾക്ക് കറക്റ്റ് വെക്കുക കേട്ടോ. എൻ്റെ കയ്യിലൊന്നൊരു ക്യാമറ ഉള്ളതുകൊണ്ടാണ്. കറക്റ്റ് വെച്ചിട്ട് ഇതേമാതിരി നമ്മൾ ഫില്ല് ചെയ്തെടുക്കും. അടുത്തത് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നാളെ എന്താണ് നാളെ പുറത്തുനിന്ന് വാങ്ങേണ്ടോ അറിയില്ല. എന്നിപ്പോൾ പത്തിരി ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗെയ്സ് മാക്സിമം ഞാൻ ഇക്കാറിന് എണ്ണക്കടിയായിട്ട് ഞങ്ങൾ പത്തിരി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കല്ലെന്ന് ഫസ്റ്റിന് നോമ്പായിട്ട് കേട്ടോ. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ഇതൊന്നും ആർക്കും വേണ്ടി വരില്ല. അപ്പം അങ്ങനെ ഇതിങ്ങനെ ഫില്ല് ചെയ്യട്ടെ കേട്ടോ. ഞാൻ കുറേ ചുട്ടുങ്ങാണ്ട് ഇങ്ങനെ ഫില്ല് ചെയ്യട്ടെ. ഇനി ബാക്കി ഞാൻ കാണിച്ചു തരാം. ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കട്ടില്ലാതെ വേണം കേട്ടോ, കട്ടിണ്ടായത് കുറച്ച് കട്ടില്ലാതെ നമ്മൾ പരത്തിയിട്ട് ചുടും. അതവിടെ പുറത്തിരുന്നാണ്ട് ക്യാരറ്റ് ബോളൊക്കെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിരുന്നു. അതാരാള് സോനു കണ്ടത്. ഞാൻ ഇങ്ങനെ അടുക്കി വെച്ചാണ്ട് ലാസ്റ്റ് മുട്ടയൊക്കെ വെച്ചിട്ടോ. ഇനി ഇത് ഞാൻ അടുപ്പത്തേക്ക് സെറ്റാക്കി വെക്കട്ടെ, സെറ്റാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കുക്കറിൽ വെച്ചു. കുക്കറിൻ്റെ ഉള്ളിൽ നോക്കണ്ട, ഞാൻ ചിക്കൻ മഞ്ഞളിട്ട് വേവിച്ചുകൊണ്ട് നല്ല മഞ്ഞ പിടിച്ചിരിക്കുന്നു. അപ്പോൾ ക്യാരറ്റ് ബോളൊക്കെ വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് ഒന്ന് വഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചട്ടിപ്പത്തിരിൻ്റെ മസാല ഉണ്ടല്ലോ, ഒരു നോമ്പില്ലാത്തൊരു കള്ളത്തിൻ്റെ കൂടെ മൊത്തം തിന്ന് തീർത്തിട്ട് ഞാൻ ഉണ്ടാക്കിയാണ്ട് കുറച്ച് നേരം കിടക്കാൻ പോയി. കിടക്കുന്ന വന്ന പോത്തിന് ഇതെന്താ സാധനം എന്ന് പറഞ്ഞാണ്ട് അത് ഫുള്ള് തീർത്തിട്ടുണ്ട്. നല്ല ആളാണ് കിട്ടുന്നത്. ആളെവിടെ പോയോ? കേൾക്കണ്ട, വേണ്ട. അപ്പോൾ ഇതാ നമ്മളെ ചട്ടിപ്പത്തിരി ആവുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പൊരി വേണ്ടാന്ന് പറഞ്ഞ് നിന്നപ്പോൾ ഇക്ക പൊരി ഇല്ലാന്ന് ശരിയാവില്ല പറഞ്ഞാണ്ട് കുറച്ച് ഇക്കന്നെ പറഞ്ഞതാട്ടോ, പൊരി വേണ്ടാന്ന് പറഞ്ഞാണ്ടാണ് എണ്ണ ഒഴിവാക്കിയത്. നാളെ മുതൽ ഞാൻ എന്തായാലും വാങ്ങേണ്ടി വരും. അപ്പോൾ ഇതാക്കുന്ന മുട്ട ബജിയും ഒക്കെ അവിടെയൊക്കെ കൊണ്ടുവന്നിക്കണം. അപ്പോൾ അതാ പിന്നെ പത്തിരി ചിക്കൻ കറി ജ്യൂസ് ഒക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഇന്നത്തെ ഫസ്റ്റ് നോമ്പിൻ്റെ സ്പെഷ്യൽ. ഇപ്പോൾ എല്ലാവരും സ്പെഷ്യലും കമൻറ്റ് ചെയ്യാൻ വേണ്ടിട്ടോ. ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇത് കാണിച്ചു തരാം. കണ്ടോ,
ഇതാണ് നമ്മുടെ അടുക്ക് പത്തിരി, ചട്ടിപ്പത്തിരി. ഗേസ് മകനെത്തിരി ഗേസ്, രാത്രി 8 മണിക്ക് ഗേസ്. അപ്പൊ റമദാനുണ്ട്. ലാസ്റ്റില് മാങ്ങയും സോഡയും കുടിച്ച് കിടന്നുറങ്ങുക. മാങ്ങ ഗേസ് പള്ളി വിട്ട് വന്നപ്പോൾ അതാ സോനത്തേക്ക് മുളക് കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് മുളകില്ലാത്തതാ ഇഷ്ടം. ഉപ്പിലിട്ടല്ലേ അത് നെറ്റോ കിടന്നോടുന്നാണ് പിന്നെ എണീറ്റ് വാങ്ങുന്നത്. അപ്പോൾ ബാക്കി വീഡിയോസ് നടക്കണേ. മുളകില്ലല്ലോ. അല്ല മുളകൊന്നുമില്ല. കുറിച്ച്